സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ദയനീയ തോൽവി നേരിട്ട് കേരളം. കരുത്തരായ ആന്ധ്രയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിന്റെ പരാജയമാണ് കേരളം നേരിട്ടത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കേരളം വെറും 87 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ 13 ഓവറുകളിൽ 4 വിക്കറ്റ് നഷ്ടപ്പെടുത്തി ആന്ധ്ര വിജയം കണ്ടു. നോക്കൌട്ട് പ്രതീക്ഷകൾ ശക്തമായി നിലനിർത്തുന്നതിന് ജയം അനിവാര്യമായിരുന്ന കളിയിലാണ് കേരളത്തിന് ദയനീയ തോൽവി. ടൂർണമെന്റിൽ ഇത്തവണ കേരളത്തിന്റെ ഏറ്റവും മോശം കളിയാണ് ആന്ധ്രയ്ക്കെതിരെ കണ്ടത്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ അടക്കം എല്ലാവരും ഫ്ലോപ്പായി. കേരളത്തിനെതിരെ വിജയിച്ചതോടെ 5 കളികളിൽ 20 പോയിന്റായി ആന്ധ്ര നോക്കൌട്ട് യോഗ്യത ഏറെക്കുറെ ഉറപ്പാക്കി. മുംബൈക്കെതിരെ നടക്കാനിരിക്കുന്ന അവസാന കളിയിൽ ജയിക്കാനായാൽ 1ാം സ്ഥാനക്കാരായി അവർക്ക് നോക്കൌട്ടിലേക്ക് പോകാം. അതേസമയം 6 കളികളിൽ നിന്ന് 16 പോയിന്റുള്ള കേരളത്തിന്റെ നോക്കൌട്ട് പ്രതീക്ഷകൾ ഇനി ആന്ധ്ര മുംബൈ ടീമുകളുടെ കയ്യിലാണ്. ആന്ധ്ര അവസാന മത്സരത്തിൽ മുംബൈയെ തോൽപ്പിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ നോക്കൌട്ട് പ്രതീക്ഷകൾക്ക് അവസാനമാകും. ആന്ധ്രക്കെതിരായ കനത്ത തോൽവി കേരളത്തിന്റെ നെറ്റ് റൺ റേറ്റും വല്ലാതെ ഇടിയാൻ കാരണമായി. സർവീസസിനെതിരായ 1ാം മത്സരത്തിൽ വിജയിച്ച കേരളം മഹാരാഷ്ട്രയോട് 4 വിക്കറ്റിന് തോറ്റു. നാഗാലാൻഡിനെതിരെയുള്ള 3ാം മത്സരത്തിൽ കേരളം വിജയിച്ചു. 4ാമത്തെ മത്സരത്തിൽ മുംബൈയെ 43 റൺസിന് തോൽപ്പിച്ച കേരളം ഗോവയെ 5ാം മത്സരത്തിൽ 11 റൺസിന് കീഴടക്കി. അവസാന കളിയിലാവട്ടെ ആന്ധ്രയോട് 6 വിക്കറ്റിന് പരാജയവും നേരിടേണ്ടതായിട്ട് വന്നു. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.